the seventh question is litharge. Litharge is chemically PbO. Litharge is chemically PbO, lead oxide. Okay. Now the eighth question is the boiling point of following hydrides follow the order of. So ഇതിൻ്റെ കറക്റ്റ് ബോയിലിംഗ് പോയിൻ്റ് ഓർഡറാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇതെല്ലാം ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ ഹൈഡ്രൈഡാണ് തന്നിരിക്കുന്നത്. സോ ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ നൈട്രജൻ 15th ഗ്രൂപ്പ്. ഓക്കെ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി വരെയാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം താഴോട്ട് വരുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ 15th ഗ്രൂപ്പ് ഹൈഡ്രൈഡ്സ് ഇൻക്രീസസ് വൈൽ ഗോയിങ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴോട്ട് വരുന്നതോറും ബോയിലിംഗ് പോയിൻ്റ് കൂടുകയാണ് വരുന്നത്. കാരണം എന്താണ്, സൈസ് കൂടുകയാണ്. സോ ബോയിലിംഗ് പോയിൻ്റ് കൂടും. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ അമോണിയ ഉണ്ട്, NH3 ഇല്ല. NH3യുടെ പ്രത്യേകത അതിനകത്ത് അതിന് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആണ് ഡ്യൂ ടു എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ അമോണിയ മോളിക്യൂൾ. സോ ഇവിടുത്തെ നമ്മുടെ ഓർഡർ വരുന്നത് SbH3, അത് കഴിഞ്ഞ് NH3, അത് കഴിഞ്ഞ് AsH3, അത് കഴിഞ്ഞിട്ട് PH3. ഏറ്റവും കുറവെന്ന് പറയുന്നത് ഫോസ്ഫറസിൻ്റെ ഹൈഡ്രൈഡിനാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് C. Now the correct order of stability of difluorides. ഡൈഫ്ലൂറൈഡ്സിൻ്റെ കറക്റ്റ് ഓർഡർ സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഡൈഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ അത് ഫ്ലൂറൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കാർബൺ ഫാമിലിയിലെ എലമെൻസുമായിട്ടാണ് ഫ്ലൂറൈഡ് ചേർന്നിരിക്കുന്ന കാണിച്ചേക്കുന്നത്. സോ കാർബൺ ഫാമിലിയിൽ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വരുന്നത് ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡൊക്കെയാണ് വരുന്നത്. സോ അവിടെയും ഡൗൺ ദ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. കാരണം എന്താണ്, അവിടെ ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ട്. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെൻഡൻസി ഓഫ് ദ 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് അറ്റോമിക് S ഓർബിറ്റൽ ടു റിമൈൻ അൺഷെയർഡ്. അവരവിടെ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അപ്പം ആ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളവർക്ക് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ലോവർ ഓക്സിഡേഷൻ ഡൗൺ ദ ഗ്രൂപ്പാണ്. അപ്പം ഏറ്റവും താഴെ വരുന്നത് ആരാണ്? ജെർമേനിയം ബോട്ടം ഓഫ് ദ ഗ്രൂപ്പും കാർബൺ ആണ് മുകളിൽ വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ A. കാരണം ജെർമേനിയത്തിന് സ്റ്റെബിലിറ്റി കൂടും ഡ്യൂ ടു അത് താഴെ ഡൗൺ ദ ഗ്രൂപ്പാണ്. അവിടെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ ജെർമേനിയം, സിലിക്കൺ, കാർബൺ എന്ന ഓർഡറിലായിരിക്കും വരുന്നത്. സോ 10th ക്വസ്റ്റ്യൻ, വാട്ടർ ഗ്യാസ് ഈസ്. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് വാട്ടർ ഗ്യാസ് എന്നുള്ളത്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്, വാട്ടർ ഗ്യാസ്. എന്നാണ് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. Now the 11th question is among the trihalides of nitrogen which one is the least basic എന്നുള്ളതാണ്. സോ ഇതിലേതാണ് ബേസിസിറ്റി കുറഞ്ഞത് എന്നാണ് ചോദ്യം. സോ ബേസിസിറ്റി കുറയുക മീൻസ് എന്താണ് ബേസിസിറ്റി? ദ ടെൻഡൻസി ടു ഗീവ് ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കൊടുക്കാനുള്ള കഴിവിനാണ് നമ്മൾ ബേസിസിറ്റി എന്ന് പറയുന്നത്. ബേസിസിറ്റി ഈസ് എ ടെൻഡൻസി ടു ഗീവ് ദ ഇലക്ട്രോൺസ്. അപ്പം ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആൾക്ക് എന്താണ്? ഇലക്ട്രോൺ കൊടുക്കുന്നത് പാടായിരിക്കും അല്ലേ? സോ എവിടെ ഇലക്ട്രോൺ കൊടുക്കുന്നത് പാടുള്ളവരാരൊക്കെയാണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയവർ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഇലക്ട്രോൺസ് പിടിച്ചു വയ്ക്കും. സോ ഇലക്ട്രോൺ കൊടുക്കാൻ പാടായിരിക്കും. സോ ഇവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളാരാണ്? ഫ്ലൂറിൻ. സോ NF3ക്ക് ടെൻഡൻസി ടു ഗീവ് ദി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ അതാണ് ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത്. സോ അവിടെ ആൻസർ എന്ന് പറയുന്നത് NF3 ആണ്. നൗ ദ 12th ക്വസ്റ്റ്യൻ, കൊളമനൈറ്റ്. കൊളമനൈറ്റ് ഈസ് എ മിനറൽ ഓഫ് ബോറോൺ ആണ്. കൊളമനൈറ്റിൻ്റെ മിനറൽ എന്ന് പറയുന്നത് ബോറോൺ ആണ്. അതായത് അതിൻ്റെ അകത്ത് 50% ഓഫ് മോറോൺ ഉണ്ട്. ഇപ്പോൾ കൊളമനൈറ്റിൻ്റെ അകത്ത് കാൽഷ്യം ഉണ്ട്. ബട്ട് പ്രൈമറി മിനറൽ ഫോർ ബോറോൺ ആണ് കൊളമനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ 13th ക്വസ്റ്റ്യൻ, ദ ആസിഡ് ഇൻ വിച്ച് OO ബോണ്ടിങ് ഈസ് പ്രസൻറ്റ്. ഇതിനകത്ത് കാണിച്ചേക്കുന്ന എല്ലാം ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ ആണ്. ഇതിൻ്റെ അകത്ത് OO ബോണ്ടിങ് ഉള്ളത് ആർക്കെന്നാണ് ചോദ്യം. സോ OO ബോണ്ടിങ് ഉള്ളത് നമുക്ക് അറിയാം H2S2O8, അതായത് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിനാണ് OO ബോണ്ടിങ് ഉള്ളത്. സോ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ മാത്രമല്ല
ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്, ഇതെല്ലാം തന്നെ നമ്മളതിൻ്റെ സ്ട്രക്ചർ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മൾ തന്നെ അത് ഒരു ടേബിളാക്കി നോട്ട് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം, ആക്ച്വലി ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു നോ ദ സ്ട്രക്ചർ ഓഫ് these given options, then you can easily find the answer. So it is not an indirect question. Okay, so H2S2O8 is the answer. H2S2O8 is called peroxodisulfuric acid. It is also called as Marshall's acid. Okay, its oxidation state is +6. Okay, it contains an OO bond, and another and given one is H2S2O3. H2S2O3 do not have a OO bond. Okay, and also H2S2O6. H2S2O6 is it does not contain an OO bond. So then H2S4O6. Okay, the answer is answer C, H2S2O8. The acid in which OO bonding is present is H2S2O8. It is also called as Marshall's acid. Now the 14th question is catalyst used in contact process. Which is the catalyst used in contact process? So contact process is the method of producing sulfuric acid. So contact process is the current method of producing sulfuric acid. So all the given options are used as catalyst in contact process. So the answer is all of this. Now we can move to next question. The maximum number of pH bonds are contained in which of the following molecule? pH bond is contained in H3PO2. H3PO2 is phosphinic acid. It is hypophosphorus acid or phosphinic acid. Its basicity is 1 and it contains 2 pH bonds. Okay, 2 pH bonds. The other options given, that is H3PO3 is phosphonic acid which contain 1 pH bond and basicity is 2. And H3PO4, its basicity is 3 and it contains 3 POH bonds. Okay, so H3PO2 is the only acid which contain 2 pH bond, and another one H3PO3 contain 1 pH bond. As the number increase, okay, so answer is H3PO2 phosphinic acid, basicity 1. Now the 16th question is molarity of a given orthophosphoric acid solution is 3 molar. Its normality is, so given one is orthophosphoric acid. So orthophosphoric acid, before doing this question we want to know what is the basicity of orthophosphoric acid. It is 3. So a question like this is given. First you write the basicity of orthophosphoric acid. Orthophosphoric acid basicity is 3. Now you multiply the given molarity value with the basicity. So here molarity is 3 molar into basicity is 3. So 3 into 3, the answer is 9 normal. So molarity of given orthophosphoric acid solution is 3 molar. Its normality is 9 normal. Okay. Now the bleaching action of chlorine is due to the liberation of the following: HOCl, hypochlorous acid, nascent oxygen, hydrogen chloride or oxygen. It is clear that it is nascent oxygen. So when chlorine reacts with moisture, it forms 2 compounds. What are they? It forms hydrochloric acid and hypochlorous acid. This HOCl or hypochlorous acid is a very unstable product and it decomposes into HCl and nascent oxygen, and this nascent oxygen is the reason for bleaching action. So the answer is B, nascent oxygen. Now which of the noble gases is most reactive? It's a simple question. That is, as we go down the group, reactivity of the noble gases increases. So which one is down the group here? Helium, neon, argon, xenon. So xenon is more reactive than others because as we go down the group, the reactivity increases. Now the 19th question is a different kind of question with assertion and reason. An assertion is given and a reason is also there. The question is which of the following options are correct?
according to this assertion and reason. So here H2S is less acidic than H2T. T is tellurium, S is sulfur. So the reason given here is tellurium has larger radius than sulfur. So the answer is B here, that is assertion is true, assertion and reason are true. Tellurium is larger radius than sulfur and H2S is less acidic than H2T. And reason is not the correct explanation for assertion. So what is the correct explanation for this assertion? H2S is less acidic than H2T. Why is like that? So sulfur, as we go down the group, sulfur then tellurium. So size of the tellurium is greater than sulfur. So as the size is increasing, the strength of the hydrogen sulfur, there is a bond between hydrogen and sulfur. Also in H2T there is a bond between hydrogen and tellurium. So the bond between hydrogen and tellurium is weak than the bond between H2 and hydrogen and S. Why? As the size of the sulfur is greater than tellurium, the strength of the bond between hydrogen and tellurium is low. So it can easily replace a hydrogen, or it can easily lose a proton, because the bond is weak. The hydrogen and metal bond is weak in the case of tellurium as the size increases in tellurium. So H2T is more acidic than H2S, or H2S is less acidic than H2T. I think you got the answer clearly. The metal, the hydrogen and the metal tellurium bond is weak than the hydrogen and sulfur bond. So due to this weakness, it can easily remove a proton. So it is more acidic. H2T is more acidic. Now last question is a simple question. The basicity of pyrophosphorus acid is 2. Pyrophosphorus acid, the basicity is 2. It is also called as diphosphorus acid. What's its formula? H4P2O5. H4P2O5. So I think the questions are clear to you. The questions and answers are clear to you. Okay, thank you.